മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ആനക്കാട് പൊതുശ്മശാനം റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. 4-5 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന വഴിയാണ് നാളുകളായി കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. നിരവധി വീട്ടുകാരുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹവുമായി എത്തുന്ന വാഹനങ്ങൾ ഏറെ പാടുപെട്ടാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. കാൽനട പോലും സാധ്യമാകാത്ത തരത്തിൽ പരിതാപകരമാണ് റോഡിലെ അവസ്ഥ. നിരവധി പേർക്കാണ് റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റത്. കുടിവെള്ള പദ്ധതിക്കായി റോഡ് പൊളിച്ചത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. സമീപത്തെ അന്തിക്കാട്, ചാഴൂർ പഞ്ചായത്തുകളിൽ പൊതുശ്മശാനം ഇല്ലാത്തതിനാൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടാതെ മണലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിക്കുന്ന കേന്ദ്രവും പൊതുശ്മശാനത്തിനടുത്താണ്. ഇവിടേക്ക് നിരവധി വാഹനങ്ങളാണ് ദിനം പ്രതി എത്തുന്നത്. മാലിന്യം മൊത്തത്തിൽ സംഭരിച്ചു കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ഈ റോഡിലൂടെ പോകുന്നത്. പഞ്ചായത്ത് അധികൃതരെയും ജനപ്രതിനിധികളെയും പലതവണ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്നും പരിസരവാസികൾ പറഞ്ഞു. 2-3 മാസങ്ങൾക്ക് മുന്നേ കലക്ടർ ഓർഡർ പ്രകാരമാണ് ഈ പൈപ്പ് ലൈൻ പൊളിച്ചതെന്ന് ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ മണ്ണ് മുഴുവൻ ആറ്റത്ത മണ്ടിത്തറയുടെ അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ഈ റോഡ് പൊളിച്ച മണ്ണ് മുഴുവൻ. ഇത് കോൺട്രാക്ടർ എന്താ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഇവിടെ ഈ ജാതിയിൽ കുണ്ടും കുഴിയായിട്ട് ജനങ്ങൾ വീഴലും കാലൊടിയലും. എൻ്റെ ഭർത്താവ് 2 പ്രാവശ്യം വീണു, 2 ചെരുപ്പ് പൊട്ടി. എന്നിട്ട് ഞാൻ മെമ്പർമാരോട് വിളിച്ച് പറഞ്ഞു, 2 വാർഡിൻ്റെ മെമ്പർമാരാണ് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് പരിസ്ഥിതിൻ്റെ എന്തോ ഒരു 10,000 രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ വലിയ ബോളർ പോലത്തെ കല്ലുകൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉപദ്രവമായ കാര്യങ്ങളാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വണ്ടി, ഒരു ഓട്ടോറിക്ഷ കാഞ്ഞാണി സെൻറ്ററിൽ നിന്ന് വിളിച്ചാൽ വരില്ല. 30 രൂപയ്ക്ക് പോണ വഴി ഞങ്ങൾ 100 രൂപ കൊടുത്ത് പോകേണ്ട അവസ്ഥയാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. ഞാനിത് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു, എന്താ ഇതിന് പോകാൻ വഴിയെന്ന്. വാർഡ് മെമ്പർമാരെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് പഞ്ചായത്തിൽ മീറ്റിംഗ് കൂടട്ടെ, മീറ്റിംഗ് കൂടിയിട്ട് അവർ തീരുമാനിക്കട്ടെ എന്നാ. ഈ കലക്ടർ ഇനി ഓർഡർ ഇട്ടാലേ ഇത് നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ മരിച്ചാൽ പോലും ഒരു വണ്ടി വരാൻ പറ്റില്ല. ശ്മശാനം, ശ്മശാനം, ആ ശ്മശാനത്തിലേക്ക് പോണ വഴിന് ഈ ജാതി വൃത്തികേടാക്കിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അനാസ്ഥയല്ലേ? മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതിലെ പോണില്ലേ? ഈ പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഇത്. ശ്മശാനം ക്രിമിറ്റോറിയം ഇതിലേക്ക് പോണ എത്രയോ ബോഡി സംസ്കരിക്കാൻ കൊണ്ടുവരണം. ആ വഴിയാണ് ഇത്രയും വേദനാജനകമായി കാണുന്നത്. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതവും ഒരാൾക്കും അറിയില്ല. 2 വാർഡിൻ്റെ നടുവിൽ കൂടെ പോണ റോഡാണിത്. 4-ാം വാർഡും 5-ാം വാർഡും. ആ നടുവിലുള്ള റോഡ് ഇത്ര വൃത്തികേടായിട്ട് ഇട്ടാൽ ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇതിട്ട് അറിയും. ഇവിടുത്തെ ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു. ഇവിടെ ആരും പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. പ്രതികരിക്കുന്നവരെ ആർക്കും ഒട്ടും ഇഷ്ടമില്ല.